വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ ക്ഷേത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ അമ്പലങ്ങൾ, നമ്മളെ അമ്പലങ്ങൾ ഭരിക്കുന്നത് സർക്കാരാണ്, ദേവസ്വം ബോർഡ് എന്ന പേരിൽ. ആ സർക്കാർ അമ്പലങ്ങൾ ഭരിച്ചിട്ട് ആ വരുമാനം അമ്പലങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്, വിനിയോഗിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. ടു ബി ഫ്രാങ്ക്, ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിന് ഇതുകൊണ്ടൊരു ഗുണവുമില്ല. കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ പോകുന്നതല്ലാതെ ഇതുകൊണ്ടൊരു ഗുണവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോരാത്തതിന് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പല കാര്യങ്ങളും, ഇപ്പൊ ഒരു ദേവനും അല്ല എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമ്പോൾ, ഇപ്പോ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തോന്നുന്ന, അതിവിശിഷ്ടമെന്ന് തോന്നുന്ന സാധനങ്ങളായിരിക്കുമല്ലോ നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. അരിയായിരുന്നാലും പൊരിയായിരുന്നാലും ശർക്കരയായിരുന്നാലും ഉണ്ടയായിരുന്നാലും എന്തായിരുന്നാലും അതിന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി സാധനങ്ങളായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ പൊക്കോണ്ടിരിക്കുന്നതും ഈ അമ്പലം വിഴുങ്ങികളുടെ വായ്ക്കകത്തോട്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തൊട്ട് ഇങ്ങോട്ട് വരെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറയുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റമാണ്. അപ്പോ ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഒരുപാട് കാശ് പോകുന്നുമുണ്ട്, ഹിന്ദുവിനൊന്നും കിട്ടുന്നുമില്ല. എന്നാൽ ഈ അമ്പലങ്ങൾ ഫ്രീ ആക്കി വിടണം, എല്ലാവർക്കും സ്വയംഭരണാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുക്കൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതും കേൾക്കില്ല. ഈ പള്ളികളുടെ കാര്യം എടുത്ത് നോക്കിയാൽ, ചർച്ചുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചർച്ചുകളുടെ കേസ് നേരെ തിരിച്ചാണ്. ചർച്ചുകൾ വിശ്വാസികൾ തന്നെയാണ് ഭരിക്കുന്നത്, സഭ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ എത്ര കാശ് വരുന്നുണ്ടെങ്കിലും അത് സഭ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്, സഭ തന്നെയാണ് എടുക്കുന്നത്, സഭ തന്നെയാണ് അവിടെ വിശ്വാസികൾക്ക് വേണ്ട കാര്യങ്ങൾ അത് വിനിയോഗിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യങ്ങളും ഇവരുടെ ഇതൊക്കെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം, പിന്നെ ഇവർക്ക് പുറത്തുനിന്ന് ഫോറിൻ ഫണ്ടും ഇവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യമെന്നിരിക്കെ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനൊന്നും വിളിക്കാൻ പറ്റില്ല, പിന്നെ എന്റെ മാന്യത കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഒരു ഫാദർ, പള്ളിയിലച്ഛൻ, ഇയാള് പോൾ തേലക്കാട്ട് എന്നാണ് ഇയാളുടെ പേര്. അപ്പൊ ഇയാൾ പറയുന്നത് ഈ FCRA നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇയാൾ പറയുന്നത്, FCRA നിയമം അറിയാം, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണല്ലോ. ഇവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫണ്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത് എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ അയ്യോ മതേതരത്വം തകർക്കുന്നേ എന്ന് പറഞ്ഞ നിലവിളിയാണ്. അപ്പോ ഈ അച്ഛൻ നേരെ ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ടൺ കണക്കിന് സ്വർണം പൂഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ എന്നാണ് അച്ഛൻ. എങ്ങോട്ടാണ് കാര്യങ്ങൾ അച്ഛൻ കൊണ്ടുപോകുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ടൺ കണക്കിന് സ്വർണം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ ആ ടൺ കണക്കിന് സ്വർണം പൂഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ, ഈ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് പാവപ്പെട്ടവർക്ക് ആദ്യം വീതിച്ചു കൊടുക്കും എന്നാണ് പള്ളിയിലച്ഛൻ പറയുന്നത്. അപ്പൊ ഈ സ്വർണത്തിലാണ് കണ്ണ്. അപ്പൊ പുറമെ മതേതരത്വം ഒക്കെ പറയുമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പം ഇവരെല്ലാം തനിക്കുണം കാണിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായിരുന്നാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമാണ് ഉദ്ദേശിച്ചെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്, അത് ദേവന്റെ സ്വത്താണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ നമ്മുടെ വിഷയം ഈ അച്ഛന്റെ ഈ ഒരു വാക്കാണ്. അതായത് ഈ സാധനം, ഈ സ്വർണം അതാദ്യം പുറത്തെടുത്ത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കട്ടെ. ഇത് പറഞ്ഞിരിക്കുന്ന വേറൊരാള് എനിക്കറിയാന്നുള്ളത് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് കേട്ടോ. പുള്ളി ഭയങ്കര രസകരമായിട്ട് വിഷം തേൻ പുരട്ടി അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ഒരു പ്രസംഗമുണ്ട്, ഇന്ന് യൂട്യൂബിൽ നോക്കി അത് കാണാൻ പറ്റൂല. 2014 മുമ്പ് ഞാനത് കണ്ടിട്ടുണ്ട്. 2014 ശേഷവും കുറച്ച് നാളുകൾ അത് യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. പുള്ളി അന്ന് ഈ ഗാന്ധി നഗറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്ക്, അവിടെയൊക്കെ പ്രസംഗിക്കാൻ വരും. ഈ ബൈബിളൊക്കെ കയ്യിലെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ അത്യുച്ചത്തിൽ പ്രസംഗിക്കുകയാണ്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാ. പുള്ളി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, ഈ പുസ്തകം വായിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ആ പണി ഞാനിന്ന് നിർത്തും എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് പ്രസംഗിക്കും. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ഈശ്വര ഇങ്ങനെയൊക്കെ ഒരു പബ്ലിക്കായിട്ട് വന്ന് പ്രസംഗിക്കുന്നത് ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് അന്ന് അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പുള്ളി പറയുന്നത്, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര നല്ലവനാണെങ്കിലും സ്വർഗത്തിൽ പോവില്ല. അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വർഗത്തിൽ പോകും, പക്ഷെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകത്തില്ല എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇയാള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണം കണ്ടുപിടിച്ച ആ ഒരു സമയത്ത്, അതിനകത്തിരിക്കുന്ന സ്വർണം ഡിസ്കവർ ചെയ്ത എന്ന് പറഞ്ഞാൽ നാട്ടുകാരറിഞ്ഞ സമയത്ത് ഇയാൾ പറയുന്നത്, നമുക്ക് വേണ്ട ഇതൊന്നും, പക്ഷേ ഹിന്ദുക്കൾ ഇതിനു വേണ്ടി കലാപം ഉണ്ടാക്കി അത് പുറത്തെടുക്കണം. എന്നിട്ട് പുള്ളി ഒരു ഡയലോഗ് അതിന്റെ ഇടയിൽ ചെരുകി വെക്കുന്നുണ്ട്. അല്ല, ഈ സ്വർണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണ്ട് ഈ രാജാക്കന്മാര് വെട്ടിപ്പിടിച്ചതും മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ച കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. അത് ആക്ച്വലി ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് മാത്രം വെട്ടിപ്പിടിച്ചതല്ല, ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എങ്കിലും നമുക്കത് വേണ്ട എന്നാണ് പുള്ളി പറയാൻ. അതേ ലൈനാണെന്ന് തേലക്കാട്ട് അച്ഛൻ പുറത്തെടുത്തിരിക്കുന്നത്. എന്ത് തോന്നുന്നു? സത്യത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ചില മെത്രാന്മാരുടെ ഒക്കെ പ്രസ്ഥാനം സുഡാപ്പി ഏതാ മെത്രാൻ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. സത്യം. കാരണം കുറച്ചു നാൾക്ക് മുമ്പ് സുഡാപ്പികൾ പറഞ്ഞ ഡയലോഗുകൾ എല്ലാം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മെത്രാന്മാരും പറയുന്നത്.
ഇത് പണ്ട് സുഡാപ്പികൾ സ്ഥിരമായി, സുഡാപ്പികളും അതുപോലെ ഈ മതമൗലികവാദ ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളും സ്ഥിരമായി പറഞ്ഞൊരു കാര്യമാണ്. ക്ഷേത്രത്തിലുള്ള സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം, പിന്നെ അത് സർക്കാരിനെ കണ്ടുകെട്ടണം, സർക്കാരിന്റെ കടം വീട്ടണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ഷേത്രങ്ങളിൽ ഇന്ന് ഒരു ക്ഷേത്രവും ഹിന്ദുവിന്റെ കയ്യിലില്ല. എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഭരണ സംവിധാനവും ഇല്ലെങ്കിൽ INL ഉൾപ്പെടുന്ന ഇടതുപക്ഷ ഭരണ സംവിധാനമാണ് ഭരിക്കുന്നത്. പിന്നെ അവരെ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കാൻ ഇടയ്ക്ക് ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു. പക്ഷെ നടക്കാതെ വന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് വരും. ഹിന്ദുവിന്റെ കയ്യിലാണ് ക്ഷേത്രം ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ശബരിമല വനിതകൾ കയറില്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നു. ഇനി ഈ ശരിയാണ് ഈ പറയുന്നത്, ക്ഷേത്രങ്ങളിലേക്ക് സ്വർണം എത്തിക്കുന്നത് അല്ലെങ്കിൽ സ്വർണം കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർണമായാലും പണമായാലും കിട്ടുന്നത് വിദേശത്തു നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചിട്ടല്ല, ഒരുത്തൻ രാപകല് പണിയെടുത്തിട്ടാണ്. അതിപ്പം അമ്പലങ്ങളിലേക്ക് മാത്രമല്ല അവൻ കൊടുക്കുന്നത്. സ്വർണ്ണക്കിരീടം മാതാവിന് കൊടുക്കാറുണ്ട്, പിന്നെ പൊന്നിൻ കുരിശ് കൊടുക്കാറുണ്ട് ഹിന്ദുക്കള് പള്ളിയിലേക്ക്. അത് അവൻ എല്ലാവർക്കും കൊടുക്കാറുള്ളത് പോലെ ക്ഷേത്രങ്ങൾക്കും അത് കൊടുക്കാറുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന സ്വർണം എവിടെയാണ് ഇരിക്കുന്നത്? അത് പണയം വെച്ചു. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? പണയം വെച്ചിരുന്നത് എന്തിനാണ് പണയം വെച്ചതെന്ന് വെച്ചെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന ചെലവിനും മറ്റുള്ള ആവശ്യങ്ങൾക്കാണ്. അപ്പോൾ ഈ തേലക്കാടൻ പറയുന്നത് പാവങ്ങൾക്ക് വീതിച്ചെടുക്കണം. തേലക്കാടൻ അറിയാമല്ലാത്തൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളുടെ കീഴിൽ വരുന്ന പണവും സ്വർണവും ഒക്കെ പാവപ്പെട്ട ഹിന്ദുക്കൾ ചോദിക്കും, നിങ്ങൾ ഇത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പറയും, എത്ര ദേവസ്വം ബോർഡ് ജീവനക്കാരനെന്ന് അറിയാവോ? അടിച്ചുതളി മുതൽ മേൽശാന്തി വരെയുണ്ട്. ശമ്പളം കൊടുക്കണ്ടേ, ബാറ്റ കൊടുക്കണ്ടേ, ഉത്സവം നടത്തണ്ടേ, ആന വരുത്തണ്ടേ, ഇതിനെല്ലാം ചെലവായി പോവുകയാണ്. പിന്നെ അമ്പലങ്ങളുടെ മെയിൻ്റനൻസ്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചെലവഴിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇതാണ് ഇതിന്റെ കഥ. അതായത് ഈ അവിടെ സ്വർണം ഉണ്ടോ ഇല്ലെന്ന് ഒരു ഭക്തനും അറിയില്ല. ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളിയും അകത്തിരിക്കുന്ന കാര്യങ്ങളും പോയി കഴിഞ്ഞപ്പോഴാണ് ഭക്തൻ അറിയുന്നത്, അയ്യോ ഇത്രയൊക്കെ സാധനം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഹിന്ദുവിന് അറിയില്ല ഇതുണ്ടായിരുന്നു എന്നുള്ളത്. ഇനി എവിടിട്ട് പിടിച്ചു കൊടുക്കുമെന്ന് ഈ പറയുന്നത്. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. കാരണം അത് പിന്നെ വിദേശത്തു നിന്ന് വന്ന് NGOകളുടെ ഫണ്ട് കൊണ്ട് വാങ്ങിയെന്നും വെച്ച് സൂക്ഷിക്കുന്നതല്ല. അത് അവിടുത്തെ രാജാക്കന്മാർ പരമ്പരാഗതമായി അവർക്ക് കിട്ടിയ മുതല് അവർ കട്ടെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാതിരുന്നത് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് കൊണ്ടുപോകാമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അവർക്കത് അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അടിച്ചുമാറ്റി കൊണ്ടുപോകാമായിരുന്നു. ഇല്ലെങ്കിൽ ഈ കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്തും അവർക്കത് പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷവും അത് പറ്റുമായിരുന്നു. ഇതൊന്നും അവർ മെനക്കെട്ടില്ല. അവര് പത്മനാഭദാസന്മാരായിട്ട് വിളിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അത് അവരുടെ സ്വത്ത് പോലുമല്ല, അത് പത്മനാഭന് കിട്ടിയ കാണിക്ക അടക്കമുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാജാവ് ദർശനത്തിന് വരുമ്പോൾ, ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുമ്പോൾ രാജാവ് എല്ലാ തവണയും ദർശനത്തിന് ഓരോ ദിവസവും രാജാവ് ദർശനത്തിന് വരും. അപ്പോൾ ഒരു സ്വർണ്ണ നാണയം പത്മനാഭൻ അവിടെ സമർപ്പിച്ചിട്ടാണ് രാജാവ് പോകുന്നത്. രാജാക്കന്മാർ മാത്രമല്ല, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആര് വന്നാലും പത്മനാഭന് സമർപ്പിക്കും എന്നുള്ളതാണ്. അതാണ് ഈ നെല്ല് പോലും സ്വർണത്തിലെ നെല്ലാണെന്നാണ് പറയുന്നത്. അതൊക്കെ പത്മനാഭൻ അവിടെ നിറപ്പിറക്കി സമർപ്പിക്കുന്ന സാധനങ്ങളാണ്, അല്ലാതെ ഇത് വെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അത് ദേവന്റെ സ്വത്താണ് എന്നുള്ളതാണ്. അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പത്മനാഭസ്വാമിയാണ്. ആ പത്മനാഭസ്വാമിയുടെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും പത്മനാഭസ്വാമിയാണ്. അതിനെയാണ് ഈ ദേവപ്രശ്നം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലെയാണ് ഇവർക്ക് എക്കും പൊക്കും അറിയാതെ ഉമാർ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ വളരെ ലളിതമായിട്ട് ഞാനതാ പറഞ്ഞത്. ഹിന്ദുവിന് ക്ഷേത്രങ്ങളിലൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഹിന്ദു ചോദിക്കും സർക്കാരിനോട്. സർക്കാരിന്റെ കയ്യിലാണല്ലോ അമ്പലം, ഹിന്ദുവിന്റെ കയ്യിൽ അമ്പലമില്ല, വിശ്വാസിയുടെ കയ്യിൽ അമ്പലമില്ല. അപ്പൊ ചോദിക്കും, ഇവിടെ ഞങ്ങൾ ഇത്രയും സ്വർണം തന്നല്ലോ ഈ വർഷം, അതെന്തിയെ, പണം എന്തിയെ? അയ്യോ അതൊക്കെ ഞങ്ങൾ പണയം വെച്ചു, ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഉരുക്കി വേറെ മോഡലാക്കി. ഈ പണയം വെച്ചെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഇത്രയും ദേവസ്വം ബോർഡ് ജീവനക്കാരില്ലേ, മറ്റ് കാര്യങ്ങൾ ദൈനംദിന ചെലവടക്കണ്ടേ, പായസം വെക്കണ്ടേ, അതിനൊക്കെ ഞങ്ങൾ ചെലവഴിക്കുകയല്ലേ എന്ന് ചോദിക്കും. എനിക്ക് മനസ്സിലാവാത്ത എന്താ അറിയോ ചേട്ടാ, ഇവർ ഈ പണയം വെച്ചു എന്ന് പറയുന്ന സാധനവും ഈ പണയം വെച്ച് കഴിഞ്ഞും ഈ ദേവസ്വം ബോർഡ് നമ്മൾ കൊടുത്ത പൈസ തികയാഞ്ഞിട്ട് സർക്കാർ അവസാനം സഭയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 100 കോടി രൂപ കൂടെ ദേവസ്വം ബോർഡിന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് ഈ പൈസ പോലും തികയില്ലെന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് ഞാൻ സിമ്പിൾ ഒരു കണക്ക് പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണക്ക് പറയാം. മലബാറിന്റെയും കൊച്ചിയുടെ ഒക്കെ വേറെയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1200 ക്ഷേത്രമുണ്ട്. ഒരു വർഷം ഒരു ക്ഷേത്രത്തിൽ 1 പവൻ സ്വർണം വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എത്ര പവൻ സ്വർണം കിട്ടും? 1200 പവൻ സ്വർണം കിട്ടും അല്ലേ? 1200 പവൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 കിലോ സ്വർണം വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 10 കിലോ സ്വർണം വരുമായിരിക്കാം അല്ലെ? അതെവിടെ പോയി? അങ്ങനെ എല്ലാ വർഷവും കിട്ടുന്നതല്ലേ? കാരണം ഈ അരഗ്രാമിന്റെ താലി കൊടുക്കുന്നവരുണ്ട്, മുട്ട് കൊടുക്കുന്നവരുണ്ട്, ചെറിയ അരഗ്രാമിന്റെ അതിൽ താഴെയുള്ള മില്ലിയുടെ കൊടുക്കുന്നവർ തൊട്ട് 5 പവൻ 10 പവൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ശരാശരി കണക്കാണ്. 1 പവൻ വെച്ച് ശബരിമല കിട്ടുന്ന 1 പവനല്ല. ഇല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളിൽ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മഹാക്ഷേത്രങ്ങൾ, ചെട്ടികുളങ്ങര ക്ഷേത്രം,
ശബരിമല ക്ഷേത്രം, മലയാലപ്പുഴ ക്ഷേത്രം, ഇവിടൊക്കെ കിട്ടുന്നത് ഈ 1 ഗ്രാമോ 1 ഗ്രാമോ ഒന്നുമല്ല, 2 പവൻ, ചിലപ്പോൾ കിലോയുടെ തന്നെ കിട്ടാറുണ്ട്. ശബരിമല കിലോ കണക്കിന് സ്വർണം കിട്ടാറുണ്ട്. അവിടെ കുതിര ഇല്ലെങ്കിൽ കാല്, ഇപ്പൊ നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ കാല് വരച്ചിട്ട് സ്വർണത്തിന്റെ ഒരു പാളി കൊണ്ട് അവിടെ കാണിക്കലിടുന്നത്. തമിഴിലോ തെലുങ്കിലോ വന്ന് അങ്ങനെയല്ല, അവർ 2 പവന്റെ അല്ലെങ്കിൽ 3 പവന്റെ അല്ലെങ്കിൽ 5 കിലോയുടെ ഒക്കെ ആയിരിക്കും കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ഇത്രയും സ്വർണം ഒരു ശരാശരി ഒരു വർഷം ഈ ഒരു ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രം 1200 പവൻ. പോട്ടെ, ദരിദ്രമായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടില്ലെന്ന് നമ്മൾ പറയുന്നില്ല, അവിടെ ഒന്നും നമ്മൾ 1 പവൻ വെച്ച് കൂട്ടിയിട്ടില്ല. കാരണം ഈ വലിയ മഹാക്ഷേത്രങ്ങളിൽ കിട്ടുന്നത് 1 പവന് മേളുള്ളതും നമ്മൾ കൂട്ടിയിട്ടില്ല. അങ്ങനെ ശരാശരി നമ്മളെടുത്ത് 1000 പവനെങ്കിലും കിട്ടുമല്ലോ ഒരു വർഷം. അങ്ങനെ ഈ കാലാകാലങ്ങളിൽ 1000 പവൻ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷമുണ്ട്? ഇതെന്തായാലും പോൾ തേലക്കാടിന് നന്ദി പറയണം. കാരണം ഈ ഹിന്ദുവിന് ഒരിക്കൽ കൂടി അവന്റെ മുതലിനെ കുറിച്ച് ഓർമ്മ വരാനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ഒരു അവസരം ഒരുക്കി തന്നതിനകത്ത് ഒരുപാട് നന്ദി അദ്ദേഹത്തിന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് വീണ്ടും ചർച്ചകളിൽ വന്നു. അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ശരിയാണല്ലോ, നമ്മൾ ഈ കൊണ്ടു കൊടുക്കുന്ന സ്വർണ്ണമൊക്കെ എവിടെയെന്നൊരു ചിന്ത ഒരു സ്വാഭാവികമായി തന്നെ ഒരു ഹിന്ദു വിശ്വാസിക്ക് വരില്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണർത്തിയെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വ്യക്തിയാണ് പോൾ തേലക്കാട്. അദ്ദേഹത്തിന് നന്ദിയാണ് പറയേണ്ടത്. മുമ്പ് ഇതിനൊക്കെ നമ്മുടെ ചിന്തകളെ ഉണർത്തിയെടുത്തവരാണ് പോപ്പുലർ ഫ്രണ്ടുകാര്. അങ്ങനെ ഉണർത്തിയെടുത്ത് ഇപ്പോൾ അവന്മാര് പറയുന്നത്, സുടുക്കൾ പറയുന്നത്, ഇപ്പൊ ആരും അവന്മാര് തന്നെ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി, ആരും അതിനെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇവരുടെ പോക്കും ഏതാണ്ട് ആ രീതിയിലേക്കാണ്. തേലക്കാടിനൊന്നും ആദ്യമായിട്ടല്ല ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു സ്ഥാപനങ്ങൾക്കെതിരെ പറയാൻ. സ്ഥിരം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഡിബേറ്റുകളിലും മറ്റുമൊക്കെ ഒരുപാട് തവണ തർക്കിക്കാനും തർക്കത്തിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. ഇവരുടെ എല്ലാം സംസാരം അതേ രീതിയിലാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടും സുഡാപ്പികളും തീർന്നു, അവർക്കിനി വലിയ വോയിസ് ഇല്ല. കാരണം അവരുടെ വോയിസിനകത്ത് വലിയ ഒരു ഇത് അവരുടെ ഇടയിൽ തന്നെ മുസ്ലിം സമൂഹത്തിൽ തന്നെ അവരുടെ പ്രസ്താവനകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ഇപ്പോൾ. അവർ പറയുന്ന അവരുടെ അജണ്ടകൾ അതേ കണക്കാണ് ഇവരെടുത്തിട്ട് പലപ്പോഴും പറയുന്നത്. കാരണം ഇവിടെ FCRAയും ഈ ക്ഷേത്ര സ്വത്തും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ എന്ത് ബന്ധമാണ് അതിലുള്ളത്? അതിനുള്ള ഹിന്ദുവിന്റെ ഈ സ്വർണവും പണവും ഒന്നും ഹിന്ദുവിന്റെ കയ്യിലില്ല, ഹിന്ദു വിശ്വാസികളുടെ കയ്യിലില്ല. അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഭരിക്കുന്ന UDF സർക്കാരിന്റെ കയ്യിലും INL ഉൾപ്പെടെയുള്ള ഹിന്ദു സർക്കാരിൽ അതിനകത്തൊക്കെ ക്രിസ്ത്യാനികളുമുണ്ട്, ക്രിസ്ത്യൻ മന്ത്രിമാരില്ലേ ഈ മന്ത്രിസഭയിൽ. ഇവരെല്ലാം കൂടെ ചേർന്ന് ഭരിക്കുന്ന മന്ത്രിസഭയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലാണ് ഈ ക്ഷേത്രങ്ങൾ. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും മിച്ചം ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും തേലക്കാടിന്റെ ഈ പ്രസ്താവനയെ പോസിറ്റീവായിട്ടല്ല വിശ്വാസികളും കാണുക. പകരം കാണുക മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അറ്റ്ലീസ്റ്റ് കണക്കെങ്കിലും നോക്കുക. ഈ വന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കണക്കെങ്കിലും നോക്കുക, അതൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ളത്. കാരണം ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും തേലക്കാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കാരണം അദ്ദേഹം ഉയർത്തി വിട്ടത് ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ്. വല്ല ഉണ്ടെങ്കിലല്ലേ നാട്ടുകാർക്ക് വീതിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളിത് ചോദിക്കാമെങ്കിൽ ദേവസ്വം ബോർഡ് പറയും, ആര് പറഞ്ഞു ഞങ്ങൾ വീതിക്കുന്നില്ലെന്ന്? ദേവസ്വം ബോർഡിൽ എത്ര ജീവനക്കാരുണ്ടെന്ന് അറിയാമോ? അവരുടെ വീട് കഴിയണ്ടേ, അവരുടെ കുടുംബം കഴിയാൻ ശമ്പളം കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയും. പിന്നെ ദേവന് പൂജിക്കാനുള്ള കാര്യങ്ങൾ വേണ്ടേ എന്ന് ചോദിക്കും. ഇതെല്ലാം പറയും. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇവര് പറയുന്നത് ഞങ്ങൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അതിനകത്ത് ഒരു വിദ്വാൻ പറഞ്ഞത് ഹിന്ദുക്കളെ സഹായിക്കാനാണ്. ഹിന്ദുക്കളുടെ സഹായമൊന്നും വേണ്ട വലുതായിട്ട്, നിങ്ങളുടെ ഒരു സഹായം ഒരു ഹിന്ദുവിന് ഇവിടെ കിട്ടിയിട്ടൊന്നുമില്ല. മതം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുക്കുന്നത്, അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്റെ അറിവില് ഈ കേരളത്തിലെ കാര്യം ഞാൻ ഈ പറയുന്നത്, ഒരു ക്രിസ്ത്യൻ സ്കൂളും ഡൊണേഷൻ മേടിക്കാതെയും ഫീസ് മേടിക്കാതെയും പഠിപ്പിക്കുന്നില്ല. 2, അവരുടെ ഒരു ആശുപത്രിയിലും ഫ്രീ ആയിട്ട് ഒരു ക്രിസ്ത്യാനിയെ പോലും അവർ ചികിത്സിപ്പിക്കുന്നില്ല. കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന, കാരണം ഞാൻ ഈ ഹോസ്പിറ്റലുകൾ പലതും പോയിട്ടുള്ളതാണ്. ഇനി അവരെവിടെയാണ് ഫ്രീ ആയിട്ട് ഒരു കഞ്ഞിയെങ്കിലും കൊടുക്കുന്നത്? കുറഞ്ഞ പക്ഷം പ്രൈവറ്റ് അമ്പലമാണെങ്കിൽ പോലും അന്നദാനം ഉള്ള അമ്പലങ്ങൾ അനവധിയുണ്ട് ഈ കേരളത്തിൽ. അതെങ്കിലും മനസ്സിലാക്കണം. ഫോറിൻ ഫണ്ട് വന്നിട്ടല്ല, നിത്യത്തൊഴിലിന് പോകുന്നവൻ 50-100 കഞ്ഞിയും പയറും കൊടുക്കുന്നത് അതെങ്കിലും ഉണ്ട്. നിങ്ങൾ അതെങ്കിലും എവിടെങ്കിലും കൊടുക്കാറുണ്ടോ? ഒരു പള്ളിയിലെങ്കിലും. വിദേശ ഫണ്ട് വരുന്നതല്ലേ. ഒരു ഞായറാഴ്ച അവിടെ കുർബാനയ്ക്ക് വരുന്നവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെന്നില്ല, ഒരു ചെറിയ സ്നാക്സ്, ഒരു ചായയും കൊടുക്കാറുണ്ടോ നിങ്ങൾ? അതുപോലും നിങ്ങൾ ചെയ്യാറില്ലല്ലോ. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ സാമൂഹ്യ നന്മയ്ക്കാണ്. നിങ്ങൾ ഏത് ഹിന്ദുവിനെയാണ് ഉദ്ധരിച്ചത്? ഇന്നും ആ ഹിന്ദുവിനെയൊക്കെ പറയ ക്രിസ്ത്യാനിയും പുരയ ക്രിസ്ത്യാനിയുമായി നിർത്തിക്കൊണ്ട് അവരെ തെരുവിലിറക്കി സംവരണം മേടിച്ചു കൊടുക്കാൻ നടക്കുകയാണ്. നിങ്ങൾ സത്യത്തിൽ ഇപ്പൊ ഇവരുടെ പൊളിയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഇവർ ഇത്രയും നാള് ഈ കേരളവും ഇന്ത്യയൊക്കെ ഇവർ തുള്ളുന്നതൊക്കെ തുള്ളിക്കൊണ്ടിരുന്നു. അത് 2014 ഒരു തുള്ളൽ നിന്നു. പക്ഷെ ഇപ്പോഴും അവരുടെ അവശേഷിക്കുന്ന തുരുത്ത് കേരളമാണ്. സുഡാപ്പികൾ തുള്ളിക്കൊണ്ടിരുന്നതും തീർന്നു. ഇനിയിപ്പോ ഇവർ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ തുള്ളലും തീരാറായി. കാരണം ഞങ്ങൾ പറയുന്നതൊക്കെയാണ് കേരളം, ഞങ്ങൾ പറയുന്നതൊക്കെ മുമ്പോട്ട് ഒന്നുമല്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. അതൊരു തുടക്കമാകും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും സംഘടിത ന്യൂനപക്ഷങ്ങളുടെ മുഷ്കിന്റെ നെറുകന്തലയ്ക്ക് ഏൽക്കുന്ന ഒരു അടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഒരു സൂചികയായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് അങ്ങോട്ട് കേരളം നന്നായിട്ട് പോളറൈസേഷൻ ചെയ്യപ്പെടും, നന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അവിടെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അപ്പോഴും കാണും, ഈ പറഞ്ഞവരും കാണും, കണ്ടവരും കാണും, എല്ലാവരും കാണും. നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ.